ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ അല്ല മൈക്ക് ആൻഡ് മിൻ വ്ളോഗ്സ്. സോ മൈക്ക് ആൻഡ് മിൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തോ ഒരു ചേഞ്ച് ഉണ്ടല്ലേ? അതെ, ഞാൻ പേര് മാറ്റി ഗൈസ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിസ്റ്റർ മഞ്ഞ എന്നുള്ള പേര് എന്തായാലും മാറ്റിയൊരു ദിവസം. കാരണം ഞങ്ങളുടെ നാട്ടിലും പിന്നെ പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഫസ്റ്റ് വീഡിയോയിൽ. കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. ടോപ്പിക്ക് കണ്ടിട്ടുണ്ടാവും, ഹൗ ടു ചേഞ്ച് റിംഗ് ടോൺ ഇൻ ഐഫോൺ. ഞാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ജസ്റ്റ് നെയിം ചേഞ്ചിങ് മാത്രമായിട്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരു രസമില്ല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ടോപ്പിക്ക് ഇടാൻ കാരണം. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സപ്പോർട്ട് പരമാവധി സപ്പോർട്ട് ചെയ്യാം. പിന്നെ കമൻറ്റും നിരത്തിക്കോളി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഈ റിംഗ് ടോൺ ആഡ് ചെയ്യാൻ പോകുന്നത് GarageBand എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മളിപ്പോൾ റിംഗ് ടോൺ ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒന്നിൻ്റെ തന്നെ ആവശ്യമില്ലാതെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും സിമ്പിളായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും കാരണം. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ സോങ് നമ്മൾ ഇപ്പോൾ റിംഗ് ടോൺ ആയിട്ട് ഇടാൻ പോകുന്ന സോങ് എവിടെയെന്നുള്ളത് വെച്ചാൽ അവിടുന്ന് സെലക്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് വാട്സപ്പ് ചെയ്തിട്ടുള്ളൊരു ഓഡിയോ ആണ്. ആ സോങ്ങാണ് ഞാൻ റിംഗ് ടോൺ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കത് പോയി സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഓഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ഫയൽസിലേക്ക് സേവ് ചെയ്യുക. ഐഫോണിലുള്ള ആപ്ലിക്കേഷനിലെ ഫയൽസ് എന്നിട്ടുള്ള അതിലേക്ക് സേവ് ടു ഫയൽസ് കൊടുത്തിട്ട് ഫയൽസിലേക്ക് സേവ് ചെയ്യുക. ഫയൽസിലേക്ക് സേവ് ചെയ്തതിന് ശേഷം നമ്മുടെ GarageBand ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. GarageBand ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കീബോർഡ്, ഡ്രംസ്, അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള ഞാൻ ഈ ആപ്ലിക്കേഷൻ ആദ്യം തുറന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ റിംഗ് ടോൺ മാറ്റാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓഡിയോ റെക്കോർഡിങ്, ഡ്രംസ്, കീബോർഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പല പല ഓപ്ഷൻസ് വരും. അപ്പോൾ നമുക്കതിൽ ആവശ്യമുള്ളത് ഓഡിയോ റെക്കോർഡിങ് എന്നിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻ്റർഫേസ് വരും. മ്യൂസിക്കൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോൻ്റെ ഒരു രൂപത്തിലുള്ള 2 മൈക്കിൻ്റെ ടോണ്, സ്ക്യൂസർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് നമുക്ക് ഓപ്പൺ ആയി വരിക. അത് ഓപ്പൺ ആയി വന്നതിന് ശേഷം അതിൽ മേലെ കാണുന്ന ഒരു ബ്രിക്സ് അട്ടിക്കിട്ട പോലത്തെ ഒരു ഇതുണ്ടല്ലോ, അത് കറക്റ്റ് അയക്കേണ്ട പേരെന്താണെന്ന് അറിയില്ല. നമ്മൾ ഫസ്റ്റ് മേലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മേലെ മൂന്നാമത്തെ ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രാക്ക് ഓപ്പൺ ആയി വന്നത്. ഒരു 8 സെക്കൻഡ്സ് ഉള്ളൊരു ട്രാക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ആ ട്രാക്കിൻ്റെ ഏറ്റവും എൻഡിലുള്ള ഒരു പ്ലസ് ഇല്ലേ, ആ പ്ലസ് ചിഹ്നം, അതുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു ബാറിൻ്റെ സെലക്ട് ബാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനിലേക്ക് പോകും. മാനുവൽ ബാർസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ 8 ആയിരിക്കും നമുക്ക് തുറക്കുമ്പോൾ കിട്ടുന്ന ബാർ. അതിൽ നിന്നും 8 ഉള്ളത് നമ്മൾ ജസ്റ്റ് 30 ബാർ ആക്കുക. 30 ബാർ ആക്കിയതിന് ശേഷം അത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമ്മൾ പിന്നെ ട്രാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ 30 ബാർ അതിൽ ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ 30 ബാർ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് സൈഡിൽ കാണാൻ പറ്റും ഒരു റോപ്പ് പോലത്തെ ഒരു സിമ്പിൾ. റൈറ്റ് സൈഡിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു സിമ്പിൾ തൊട്ടടുത്തായിട്ടുണ്ടാകും റോപ്പ് പോലത്തെ ഒരു സിമ്പിൾ. ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, ജനറസ്, ഡിസ്ക്രിപ്ഷൻ എന്നിട്ടുള്ള കുറച്ച് ഇതുണ്ടാവും. അതിൽ ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ബ്രൗസ് ഐറ്റംസ് ഫ്രം ദ ഫയൽസ് ആപ്പ്. അതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ സോങ് ഉണ്ടല്ലോ, വാട്സപ്പിൽ നിന്നും സേവ് ചെയ്ത സോങ്, അത് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഈ ട്രാക്കിലേക്ക് ഇടുക. ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ക്രോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണ് റിംഗ് ടോൺ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് എൻഡ് ചെയ്യുന്ന ലെവലിലേക്ക് നമ്മൾ ക്രോപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം
മൈ സോങ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിമ്പിൾ നിങ്ങൾക്ക് മേലെ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്നുള്ള ഇതിൽ കൊടുക്കുക. അങ്ങനെ ഗൈസ് മേലെ കാണുന്ന ആരോ മാർക്കിൽ നിൽക്കി മൈ സോങ്സിൽ നിൽക്കി കഴിഞ്ഞാൽ ചൂസ് സോങ് എന്നുള്ളതിൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സോങ് ഇപ്പോൾ സേവ് ആയിട്ടുണ്ട്. ആ സേവ് ആയ സോങ്ങുമ്പോൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഓണായി വരും. അപ്പോൾ അതിൽ ആ റിംഗ് ടോൺ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിംഗ് ടോണിൻ്റെ ലെങ്ത്ത് ഇത് കൊടുക്കാനുണ്ടാവുക. കണ്ടിന്യൂ കൊടുത്തിട്ട് നമ്മൾ ആ പേര് നമ്മളെന്താണ് ആ റിംഗ് ടോണിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് കൊടുത്തിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. അപ്പോൾ നമ്മളെ റിംഗ് ടോൺ എക്സ്പോർട്ട് ആവും. അതിനുശേഷം യൂസ് സൗണ്ട് ആസ് എന്നുള്ള ഓപ്ഷൻ നോക്കിയതിൽ സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ എന്ന് കാണുന്ന ഫസ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ റിംഗ് ടോൺ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിംഗ് ടോൺ നമ്മൾ ഫോണിൽ അടിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് നോക്കി നോക്കാം. ഞാൻ എൻ്റെ റിംഗ് ടോൺ മാറ്റിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആ ബാർ ആഡ് ചെയ്യുന്നില്ല, 30 bars ആക്കുന്നില്ല. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 30 seconds ഉള്ള ഒരു റിംഗ് ടോൺ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ടൈം സെക്കൻഡ്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബാർ നമ്മൾ കൂട്ടുന്നത്. 8 bar ഉള്ളത് 30 bar ആക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതുവരെയായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയി ഫോളോ ചെയ്യുക. അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് കയറി ഫോളോ ചെയ്യുക. നമ്മളെ എല്ലാവിധ കാര്യങ്ങളും അപ്ഡേറ്റ്സ് ഒക്കെ അതിലാണ് അറിയിക്കുന്നത്. അപ്പോൾ വേഗം പോയി ഫോളോ ചെയ്യുക. എങ്ങനെയുണ്ട്? വളരെ സിമ്പിളല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് മെയിനായിട്ട് യൂസ്ഫുൾ ആവുക ഐഫോണിൻ്റെ സ്റ്റാൻഡേർഡ് റിംഗ് ടോൺ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഉണ്ടല്ലോ, ആ ആപ്പിളിൻ്റെ മ്യൂസിക്. അത് കേട്ട് ബോറടിച്ച് ഒരു കഴിയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ദിസ് ഇസ് മീ മിച്ചൂസ് സൈനിങ് ഓഫ്.